പ്രശസ്ത അവതാരിക രഞ്ജിനി ഹരിദാസ് തൻ്റെ 30 വർഷത്തെ ദീർഘമായ കരിയറിൽ തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. കരിയറിൻ്റെ തുടക്കത്തിൽ സ്വന്തം നിലപാടുകൾ ഉറപ്പിച്ചു പറയാൻ തനിക്ക് പലരുമായും തർക്കങ്ങളിൽ ഏർപ്പെടേണ്ടി വന്നിട്ടുണ്ടെന്നും രഞ്ജിനി വെളിപ്പെടുത്തുന്നു. തനിക്ക് നേരിടേണ്ടി വന്ന കൈപ്പേറിയ അനുഭവങ്ങളും മറ്റും സ്വന്തം ചാനലിലൂടെയാണ് രഞ്ജിനി വെളിപ്പെടുത്തിയത്. ഈ കൂട്ടത്തിൽ സംഗീത രംഗത്തെ ഒരു പ്രമുഖനിൽ നിന്നും ഒരു നടനിൽ നിന്നും തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളും രഞ്ജിനി തുറന്നു പറയുന്നു. രഞ്ജിനിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു നടൻ, അദ്ദേഹം എൻ്റെ വളരെ നല്ല സുഹൃത്തായിരുന്നു. ഒരിക്കൽ എനിക്ക് വളരെ അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു സംഭവം നടന്നു. പൊതുവേ ഞാൻ എല്ലാവരോടും അടുത്തിടപഴകുന്ന ആളല്ല. ഒരിക്കൽ ആ വ്യക്തി ഒരു ഷർട്ട് ഇടാത്ത ചിത്രം എനിക്ക് അയച്ചു തന്നു. തിരിച്ചു ഞാനും അത്തരത്തിലൊരു ഫോട്ടോ അയക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? മറ്റൊരിക്കൽ സംഗീത ലോകത്തെ പ്രശസ്തനായ ഒരു വ്യക്തി എന്നോട് മോശമായ രീതിയിൽ സംസാരിക്കുകയും കിടക്ക പങ്കിടാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അയാളുടെ ഡയലോഗ്, ഞാൻ എല്ലാ വാതിലിലും മുട്ടും, താല്പര്യമുള്ളവർ തുറക്കും, ഇല്ലാത്തവർ പോകട്ടെ എന്നാണ്. ഞാൻ പറഞ്ഞു, വളരെ നല്ല കാര്യം, പെർമിഷൻ ചോദിച്ച് എന്ത് കോപ്പ് വേണമെങ്കിലും ചെയ്തോളൂ, അത് തരാത്തവരെ ബുദ്ധിമുട്ടിക്കരുത്. അത്തരം സന്ദർഭങ്ങളിൽ ഞാൻ ശക്തമായി പ്രതികരിക്കാറുണ്ട്. അതുപോലെ തന്നെ എനിക്കറിയാവുന്ന ഒരു പ്രമുഖ മോഡൽ ഷോ കോർഡിനേറ്റർ ഉണ്ട്. അദ്ദേഹം പലപ്പോഴും എന്നെ വിളിച്ച് ഇന്ന നാട്ടിൽ ഒരു ഉദ്ഘാടന പരിപാടി ഉണ്ടെന്നും ചോദിക്കുന്ന അത്രയും പണം അവർ തരുമെന്നും പറയും. എന്നാൽ അതിനൊപ്പം പക്ഷേ എന്ന് ചേർത്ത് മറ്റ് ചില ആവശ്യങ്ങൾ കൂടി ഉണ്ടെന്ന് സൂചിപ്പിക്കും. അപ്പോൾ ഞാൻ പറയും, ചേട്ടാ ഈ പക്ഷേ വർക്ക് ചെയ്യില്ല. അദ്ദേഹം കുറേ ആർട്ടിസ്റ്റിൻ്റെ പേരൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു, അത്തരം കാര്യങ്ങൾ എന്നോട് ചോദിക്കാൻ നിൽക്കേണ്ട എന്ന് ഞാൻ അദ്ദേഹത്തോട് കർശനമായി പറഞ്ഞിട്ടുണ്ട്. ആർട്ടിസ്റ്റുകളുടെ ചോയ്സ് നോക്കാതെ ഇത്തരം ആവശ്യങ്ങളുമായി സമീപിക്കുന്ന ഷോ കോർഡിനേറ്റർമാർ ഇന്നും ഈ നാട്ടിലുണ്ട് എന്നത് വളരെ സങ്കടകരമാണ്. നമ്മളൊരു ഉദ്ഘാടനത്തിന് പോകുന്നത് നമ്മുടെ കരിയറിലെ ടാലൻറ്റും പ്രശസ്തിയും കണ്ടിട്ടാണ്, അല്ലാതെ മറ്റാവശ്യങ്ങൾക്കല്ല. ക്ലീൻ ആയിട്ടുള്ള ഷോകൾക്ക് അദ്ദേഹം വിളിക്കുമ്പോൾ ഞാൻ ഇന്നും പോകാറുണ്ടെന്നും രഞ്ജിനി പറയുന്നു. മറ്റൊരു സംഭവത്തിൽ കണ്ണൂരിൽ ഒരു പരസ്യ ചിത്രീകരണത്തിന് ശേഷം ഒരു കോർഡിനേറ്റർ വഴി വന്ന ക്ലയൻറ്റ് തന്നോട് മോശമായ ഉദ്ദേശത്തോടെ സമീപിച്ചപ്പോൾ പ്രതികരിച്ചതിനെക്കുറിച്ചും രഞ്ജിനി വെളിപ്പെടുത്തുന്നു.